ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ബി.എഡ് കോഴ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനൊരു ബി.എഡ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ 4th സെം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും നാളുകൊണ്ട് എനിക്ക് മനസ്സിലായ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇപ്പൊ പല ആൾക്കാരും ടീച്ചർ ആവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ബി.എഡ്. ടീച്ചർ ആവാൻ വേണ്ടി ബി.എഡ് മാത്രമല്ല ഡി.എൽ.എഡ് ചെയ്യാം. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി.എൽ.എഡ് ചെയ്യാം. ഡി.എൽ.എഡ് ഡയറക്റ്റ് +2 കഴിഞ്ഞിട്ട് ചെയ്യാം, അതല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യുന്നവരുമുണ്ട്. ബി.എഡ് എന്ന് പറയുന്നത് 6 മുതൽ +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ബി.എഡ് മാത്രം പോരാ, നമ്മൾ വേറെ എക്സാംസും ക്വാളിഫൈഡ് ആവണം. ഇനി കോളേജ് ലെവലിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് PG കഴിഞ്ഞ് നെറ്റ് എക്സാം എഴുതി PhD കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിൽ നമുക്ക് ബി.എഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡിഗ്രിയിൽ 50% എബോവ് മാർക്കാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലൊരു രീതി അനുസരിച്ച് മിക്കവാറും പേരും ഡിഗ്രി ചെയ്ത് PGയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബി.എഡ് ചെയ്യാറുള്ളത്. ഞാൻ നേരെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ബി.എഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ബി.എഡ് കഴിഞ്ഞിട്ട് PG ചെയ്യേണ്ട ആവശ്യമാണ്. ബി.എഡിന് അപ്ലൈ ചെയ്യാനായിട്ട് ഡിഗ്രിക്ക് 50% കൂടുതൽ മാർക്ക് വേണം. നമ്മൾ ഏത് സബ്ജക്റ്റിലാണോ ഡിഗ്രി ചെയ്തിട്ടുള്ളത് ആ സബ്ജക്റ്റിലാണ് നമുക്ക് ബി.എഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. PG ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വെയിറ്റേജ് മാർക്ക് കൂടെ കിട്ടും. നമുക്ക് ഈ NSSനും NCCക്കും ഒക്കെ വെയിറ്റേജ് കിട്ടുന്ന പോലെ PG ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചുകൂടി വെയിറ്റേജ് മാർക്ക് കിട്ടും. ബേസ് ആയിട്ട് നോക്കുന്നത് നമ്മുടെ ഡിഗ്രിയുടെ മാർക്ക് തന്നെയാണ്. ഇപ്പൊ പല ആൾക്കാരും ഡിഗ്രി ഒരു സബ്ജക്റ്റിലും PG ഒരു സബ്ജക്റ്റിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രീന്റെ സബ്ജക്ട് വെച്ചിട്ട് മാത്രമേ നമുക്ക് ബി.എഡിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഈ 2 വർഷത്തെ ബി.എഡ് കോഴ്സിന് മൊത്തം 4 സെമ്മായിട്ടാണ് തിരിച്ചിട്ടുണ്ടാവുക. അതിൽ 3 സെമ്മ് മുഴുവൻ ക്ലാസ്സുകളും 1 സെമ്മ് ടീച്ചിങ് പ്രാക്ടീസുമാണ്. ആദ്യത്തെ ഒരു സെമ്മില് സൈക്കോളജി, ഫിലോസഫി, അതുപോലെ ഓപ്ഷൻ, മറ്റ് സബ്ജക്റ്റുകളൊക്കെയാണ് ഉണ്ടാവുക. ഇതിൽ ഈ ഓപ്ഷൻ ഒഴികെ ബാക്കി എല്ലാവരും ഒരേ സാധനം തന്നെയാണ് പഠിക്കുന്നത്. ഓപ്ഷൻ മാത്രമാണ് നമ്മൾ വേറെ പഠിക്കുന്നത്. ഫസ്റ്റ് സെമ്മില് നമുക്ക് കാര്യമായിട്ട് ചെയ്യാനുള്ളത് മൈക്രോ ടീച്ചിങ് ആണ്. മൈക്രോ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് കുട്ടികൾക്ക് എടുത്തു കൊടുക്കുന്ന ഒരു ക്ലാസ് എന്നാണ്. 5 മിനിറ്റ് സമയം കൊണ്ട് നമ്മൾ എത്തോളം സ്കില്ലുകൾ നമുക്ക് പഠിക്കാനുണ്ട് ആ സ്കില്ലുകൾ ഉപയോഗിച്ച് ക്ലാസ് എടുത്തു കൊടുക്കണം. ഈ സ്കില്ലുകൾ എന്ന് പറയുമ്പോൾ അതിൽ ബ്ലാക്ക് ബോർഡ്, റീഇൻഫോഴ്സ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ EPC ഉണ്ടായിരിക്കും. EPCയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് ഓരോ കോളേജിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അവർ പറഞ്ഞു തരുന്നത് പോലെ നമ്മൾ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഈ EPCക്കും മൈക്രോ ടീച്ചിങ്ങിനൊക്കെ സെപ്പറേറ്റ് മാർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് സെമ്മിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് കാര്യങ്ങളും ചെയ്യാനും ഉള്ള ഒരു സമയമാണ് സെക്കൻഡ് സെം എന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് സപ്ലി കിട്ടിയിട്ടുള്ളതും സെക്കൻഡ് സെമ്മിൽ തന്നെയാണ്. സെക്കൻഡ് സെമ്മിൽ ഒന്ന് ഡിസ്കഷൻ ലെസൺ പ്ലാൻ ആണ്. നമ്മൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ലെസൺ പ്ലാൻ എഴുതാം. രണ്ടാമതായിട്ട് വരുന്നത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ കാണുക എന്നുള്ളതാണ്. ആ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നമുക്ക് എടുക്കുന്നത് നമ്മുടെ സീനിയേഴ്സ് ആയിരിക്കും. അവർ സ്കൂളിൽ പോയിട്ട് ക്ലാസ് എടുക്കും. നമ്മൾ ആ ക്ലാസ് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് എങ്ങനെ ക്ലാസ് എടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാണ് വേണ്ടത്. പിന്നീട് വരുന്നത് ക്രിറ്റിസിസം ആണ്. ബി.എഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളെ കൊണ്ടും ക്ലാസ് എടുപ്പിക്കും. കുട്ടികളെ എല്ലാവരും ക്ലാസ് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരെല്ലാം അതിരുന്ന് കാണുകയും ചെയ്യും. എന്നിട്ട് ഓരോരുത്തരുടെയും ക്ലാസ്സിൽ വന്ന തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ കോളേജിൽ തിരിച്ചു ചെന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് എല്ലാവരും കൂടി പറയും. നമ്മുടെ ടീച്ചർ കണ്ടുപിടിച്ച തെറ്റുകൾ ടീച്ചറും പറയും, നമ്മളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള തെറ്റുകൾ നമ്മളും പറയും. ബാക്കിയുള്ളവരെ തെറ്റ് കണ്ടുപിടിച്ച് പറയുന്നതിനും മാർക്കുണ്ട്, നമ്മൾ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നതിനും മാർക്കുണ്ട്, നമ്മൾ നല്ല മോഡൽസ് ഉണ്ടാക്കി കൊണ്ടുപോകുക അതിനൊക്കെ മാർക്കുണ്ട്. ഒരുപാട് ക്രൈറ്റീരിയകൾ വരുന്നുണ്ട്. അധ്യാപകന്റെ ശബ്ദം, അധ്യാപക വ്യക്തിത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് അവിടെ മാർക്ക് ഇടുന്നത്. നമ്മുടെ ടീച്ചറായിരിക്കും മാർക്ക് ഇടുക. അതേസമയം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ തെറ്റുകളെല്ലാം കണ്ടുപിടിച്ചിട്ട് തുറന്നു പറയും. അതാണ് ക്രിറ്റിസിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 3ാമത്തെ സെം ടീച്ചിങ് പ്രാക്ടീസ്. 3ാമത്തെ സെം എത്തുന്നതോടുകൂടി നമ്മളൊരു ടീച്ചറാണ്. പിന്നെ നമുക്ക് പോയി സ്കൂളിൽ പഠിപ്പിക്കാം. അതും 2 സ്പെല്ലായിട്ടാണ് അത് തിരിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്പെല്ല് നമ്മൾ UP ചെയ്താൽ 2ാമത്തെ സ്പെല്ല് ഹൈസ്കൂൾ ചെയ്യണം. ഇനി PG ഉള്ളവർക്കാണെങ്കിൽ ഹയർ സെക്കൻഡറിയും ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ ലെസൺ പ്ലാൻ നമ്മൾ എഴുതണം. ആദ്യത്തെ സ്പെല്ലിൽ 30 ലെസൺ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യണം. 2ാമത്തെ സ്പെല്ലിൽ 30 ലെസൺ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യും. 3ാമത്തെ സെമ്മിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതിന് റിട്ടേൺ എക്സാം ഉണ്ടാവില്ല. ബാക്കി 3 സെമ്മിലും നമ്മൾ എക്സാം ഫീസ് അടച്ചിട്ട് എക്സാം എഴുതണം. എന്നാൽ ഈ ഒരു സെമ്മിൽ എക്സാം ഇല്ല, പകരം കമ്മീഷനാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ആണ്. അതിൽ തന്നെ ഒരാള് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും. ആ ആള് നമ്മൾ ചെയർമാൻ എന്ന് പറയും. ഈ ഒരു ചെയർമാൻ എല്ലാ ക്ലാസ്സുകളും ഓടി നടന്ന് കാണും. നമ്മുടെ ഓപ്ഷനിലെ ഒരു ടീച്ചർ ഉണ്ടായിരിക്കും, നമ്മുടെ അതേ സബ്ജക്റ്റിലുള്ള ടീച്ചർ. ആ ടീച്ചർ നമ്മുടെ ക്ലാസ് നോക്കും. എല്ലാ കുട്ടികളുടെയും ക്ലാസ് ഓരോരോ വിഷയത്തിലുള്ള ടീച്ചേഴ്സ് കണ്ടിട്ട് അതിനൊക്കെ മാർക്കിടും. കൂടാതെ ഈ ചെയർമാൻ ഇങ്ങനെ ഓടി നടക്കും. ചെയർമാൻ എന്നിട്ട് ഓരോ ഓപ്ഷനിൽ ഓരോ കുട്ടിയെ സെലക്ട് ചെയ്യും. എന്നിട്ട് വൈവ നടക്കും. അതിന് ചെയർമാൻ വൈവ എന്ന് പറയും. അതൊരു ഓപ്ഷനിൽ, അതായത് ഒരു സബ്ജക്റ്റിലെ ഒരു കുട്ടിക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതല്ലാതെ ഓപ്ഷൻ വൈവ എന്ന പേരിൽ എല്ലാ കുട്ടികൾക്കും വൈവ ഉണ്ടായിരിക്കും. ഈ വൈവയുടെയും ക്ലാസിന്റെയും കൂടി മാർക്കായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരിക. അത് റിസൾട്ട് വരുന്നത് പോലെ തന്നെ ആ മാർക്കും വരും. ഈ 4ാമത്തെ സെമ്മിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും പഠിക്കാനില്ല. അറ്റൻഡൻസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പലരും ക്ലാസ്സിന് വരാറ്. ഈ 4ാമത്തെ സെം എത്തുമ്പോൾ പലരും പഠിപ്പിക്കാൻ വേണ്ടി പല സ്കൂളുകളിലും കയറിയിട്ടുണ്ടായിരിക്കും. വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സെമ്മാണ് 4ാമത്തെ സെം. അതിൽ കാര്യമായിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. കുറെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും അതിൽ ചെയ്യാനുണ്ടാവും. ഇതൊക്കെ ബി.എഡിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇത്രയും നാൾ പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആണ് ബി.എഡിന് വരുന്നത്. മിക്കവാറും പേരും PG കഴിഞ്ഞിട്ടാണ് വരാറ്.
ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ബി.എഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പി.ജിയും കൂടെ ചെയ്യണം. എന്തായാലും ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഗ്രി, പി.ജി, ബി.എഡ് കോഴ്സുകൾ ആവശ്യമാണ്. അങ്ങനെ ഞാൻ ഈ കോഴ്സിന് വരാൻ നിൽക്കുമ്പോൾ എന്റെ സാർ എന്റെ അടുത്ത് പറഞ്ഞു, ലോകത്ത് ഇത്രയും വൃത്തികെട്ട കോഴ്സ് വേറെ ഇല്ലാന്ന്. സാർ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുതാനാ. എഴുത്ത് എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് സത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതുന്നുണ്ട്. 10 കൊല്ലം മുമ്പത്തെ സിലബസും 10 കൊല്ലം മുമ്പത്തെ രീതികളുമാണ്. കുട്ടികൾ മാറി, കാലം മാറി. ഇതൊന്നും ബി.എഡിന്റെ സിലബസിൽ മാറ്റം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ബി.എഡ് ചെയ്തിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കേസിൽ വളരെ കുറഞ്ഞ കോളേജുകളേ ഉള്ളൂ. ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിലും എയ്ഡഡ് ആണെങ്കിലും കുറഞ്ഞ കോളേജുകളേ ഉള്ളൂ. പിന്നെ ഒരു 11 യൂണിവേഴ്സിറ്റി സെന്ററുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വരുന്നുണ്ട്. ഇപ്പൊ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അധികം സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഓപ്ഷനിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി സെന്ററുകളിലാണ് കൊടുത്തിട്ടുള്ളത്. യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ മൊത്തം സീറ്റുകളും മെറിറ്റ് സീറ്റുകളായിരിക്കും. പക്ഷെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ പോലെ തന്നെ നമുക്ക് ഫീസും ഉണ്ട്. ഫീസിലെ വലിയൊരു മാറ്റം വരുന്നില്ല. ആദ്യത്തെ ഒരു ഇയറിൽ എനിക്ക് 48,000 സംതിങ് ഫീസ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലും ഏകദേശം അങ്ങനെ വന്നിട്ടുണ്ട്. മൊത്തം 1 ലക്ഷം രൂപയാണ് എനിക്ക് ഫീസ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. ഇത് കൂടാതെ എക്സാം ഫീസും വരുന്നുണ്ട്. അത് ഒരു 600 രൂപയാണ് ആദ്യത്തെ 2 സെമ്മിലെ എക്സാം ഫീസ് വന്നിട്ടുണ്ടായിരുന്നത്. 3ാമത്തെ സെമ്മിൽ എക്സാം ഉണ്ടായിരുന്നില്ല. 4ാമത്തെ സെമ്മിൽ കുറച്ചധികം എമൗണ്ട് ആയി 1000 രൂപേന്റെ അടുത്ത എക്സാം ഫീസ് അടയ്ക്കേണ്ടി വന്നിട്ടുണ്ട്. ബി.എഡിന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അലോട്ട്മെന്റ് ആയിട്ട് വരുമല്ലോ. ഈ അലോട്ട്മെന്റിലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു അലോട്ട്മെന്റിലും എന്റെ പേരുണ്ടായിരുന്നില്ല. ഒരുപാട് കാത്തിരുന്നിട്ട് അവസാനം നമ്മളെ വിളിക്കുമല്ലോ ഒഴിവുള്ള സീറ്റുകളിലേക്ക്. അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് എനിക്കും ഈ ഒരു കോഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്ത് ക്ലാസ് ഒക്കെ തുടങ്ങി. ഫസ്റ്റ് സെമ്മില് എനിക്ക് ആത്മാർത്ഥത ഓവർലോഡഡ് ആയിരുന്നു. ഇവര് തരുന്ന എല്ലാ വർക്കുകളും പറയുന്ന ഡേറ്റിന് മുമ്പ് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്തു വെക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മൈക്രോ ടീച്ചിങ് ഒക്കെ എനിക്ക് ഒരു റീടീച്ച്, നമ്മൾ ഏതെങ്കിലും ചെയ്തത് ശരിയായിട്ടില്ലെങ്കിൽ റീടീച്ച് കൊടുക്കും. റീടീച്ച് ഒന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു. സെക്കൻഡ് സെമ്മിലെത്തിയ സമയത്തും എന്റെ ക്രിറ്റിസിസത്തിന്റെ സമയത്തൊക്കെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നപ്പോൾ പോലും അതൊന്നും വകവെക്കാതെ എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ നന്നായിട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡിസ്കഷൻ ലെസൺ പ്ലാൻ ആണെങ്കിലും ഒക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. തേർഡ് സെമ്മിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിൽ മാനസികമായിട്ട് എന്നെ തളർത്തുന്ന വിധത്തിൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെ അല്ല, ഈ ടീച്ചിങ് ഫീൽഡിന്റെ കുറെ റിയാലിറ്റികൾ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു സമയം കൂടി ആയിരുന്നു. ഒരുപാട് ലെസൺ പ്ലാനുകൾ എഴുതണം, ഒരുപാട് എയ്ഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. ഈ എയ്ഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുമ്പോൾ കുട്ടികൾക്ക് ഇതിന് യാതൊരു വിലയില്ല. അവരത് കോമഡി ആയിട്ട് എടുക്കുള്ളൂ. കാരണം അവരുടെ ജനറേഷൻ അങ്ങനെയാണ്. അവർക്ക് ഈ എയ്ഡുകളോടൊന്നും ഒരു കൗതുകമോ അല്ലെങ്കിൽ അതിനോടൊന്നും ഒന്നും തോന്നില്ല. അവര് നമ്മളെ ട്രോളാൻ വേണ്ടി, നമ്മളെ കളിയാക്കാൻ വേണ്ടിയുള്ള ഒരു ഐറ്റം അല്ലാതെ അതിൽ കൂടുതൽ യാതൊരു വില അതിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതൽ നമ്മൾ ICT പ്രൊജക്ടറൊക്കെ യൂസ് ചെയ്ത് എടുക്കുമ്പോഴാണ് കുട്ടികൾക്കും ഇഷ്ടം. അങ്ങനെ തേർഡ് സെമ്മിൽ ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു ആത്മാർത്ഥതയൊക്കെ ഇതിലെ ചോർന്നു പോയ ഒരവസ്ഥയായിരുന്നു. പിന്നെ ഫോർത്ത് സെമ്മിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മടുപ്പും ഒരു താല്പര്യക്കുറവും ഒക്കെ ഫോർത്ത് സെമ്മിൽ വന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്റെ മാത്രമല്ല, മൊത്തത്തിൽ ബി.എഡ് എന്ന് എല്ലാവരുടെ അടുത്ത് വെച്ച് കഴിഞ്ഞാലും ഫോർത്ത് സെമ്മി ഇങ്ങനെ തള്ളി നിൽക്കുക, തീരാനായി എന്ന സന്തോഷം, തീരാനായല്ലോ എന്നോർത്ത് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. പിന്നെ ഈ ഒരു കോഴ്സിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ഓടി ചെല്ലുമ്പോൾ നമുക്ക് ആരും ജോലിയൊന്നും എടുത്തു തരില്ല. പിന്നെയും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യണം. ഇപ്പൊ നമ്മൾ ബി.എഡ് ചെയ്തു, പി.ജി ചെയ്തു, ഡിഗ്രി ചെയ്തു, എക്സാംസ് ക്വാളിഫൈഡ് ആയാൽ പോലും പിന്നെ നമ്മൾ PSC പഠിക്കണം. PSC എല്ലാ വർഷവും വിളിക്കുന്നൊന്നുമില്ല. 3-4 വർഷം കൂടുമ്പോൾ PSC വിളിക്കും. അതിന് ഒരുപാട് പേരുണ്ടാവും. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതിയൊക്കെ ജോലി കയറാൻ പറ്റുള്ളൂ. നമുക്ക് ഓടിച്ചെന്ന് അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ജോലി കിട്ടുന്ന ഒരു ഫീൽഡേ അല്ല. നമ്മൾ ഈ വർഷങ്ങളോളം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലോ. നമുക്കോ നമ്മുടെ വീട്ടുകാർക്കോ നമുക്ക് ചെലവിന് തരുന്നവർക്കോ അതൊരു പ്രശ്നമാവില്ല. പക്ഷേ വേറൊരു വിഭാഗമുണ്ട്. നമ്മൾ ഈ വർഷങ്ങളോളം പഠിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നം. ഈ കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരും പെടും. അവരൊക്കെ നല്ലോണം പുച്ഛിക്കാനും നെഗറ്റീവ് അടിക്കാനും വരും. അത് നമ്മൾ കേൾക്കാൻ റെഡി ആയിട്ട് വേണം ഈ ഒരു കോഴ്സ് എടുക്കാൻ. ബാക്കിയുള്ള കോഴ്സുകളെ പോലെയല്ല, അവരിതിനെ ഭയങ്കരമായിട്ട് തരംതാത്തി സംസാരിക്കും. നാളെ നമ്മൾ PSC ഏത് ഗവൺമെന്റ് സർവീസിൽ കയറി നോക്ക്, ഈ നെഗറ്റീവ് പറഞ്ഞവരൊക്കെ പ്ലേറ്റ് മറിച്ചിട്ടിട്ട് തിരിച്ചും പറയും. അങ്ങനത്തെ കുറെ ടീമുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടും കൂടി വേണം ഈ ഒരു കോഴ്സിലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ടീച്ചേഴ്സിന്റെ സ്വഭാവത്തിൽ ഭയങ്കര വ്യത്യാസം കാണാൻ പറ്റും. അപ്പൊ ഞാനൊക്കെ വളരെ നല്ലൊരു മലയാളം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിഗ്രി ചെയ്തിട്ട് വന്നേ. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ മാക്സിമം ഫ്രീ ആയിട്ട് വിട്ടിട്ട് എന്നാ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരിക, അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ബി.എഡിൽ വന്നപ്പോ നമ്മളെങ്ങനെ പിടിച്ചിരുത്തുക, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഇരുത്തിയിരിക്കണം. അതും ചിലപ്പോ 1-2 ടീച്ചേഴ്സ് വന്നിട്ട് പിരീഡും ബെല്ലൊന്നും അവരുടെ ലിസ്റ്റിലില്ല, ഇങ്ങനെ എടുത്തോണ്ടേയിരിക്കും. ഈ സമയമൊക്കെ നമ്മളിങ്ങനെ ഇരിക്കണം. ഈ സൈക്കോളജിയും ഫിലോസഫിയും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. എനിക്ക് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. വീണ്ടും നമ്മൾ സ്കൂളിലെത്തിയ പോലത്തെ ഒരു അവസ്ഥയും. ഇനിയിപ്പോ നമ്മൾ സ്കൂൾ പഠിപ്പിക്കാൻ ചെന്നാൽ പോലും ഈ ഹയർ സെക്കൻഡറിയിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര സുഖം. അവിടുത്തെ ടീച്ചേഴ്സ് മാക്സിമം ഫ്രീ ആയിട്ട് വിടുക, നമ്മളെ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പരിഗണിക്കും. എന്നാൽ ഈ ബാക്കിയുള്ള ഹൈസ്കൂളിലെ UP സെക്ഷനിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് വലിയ വിലയൊന്നും ഉണ്ടാവില്ല.
ഇത് ഞാൻ എല്ലാ സ്കൂളുകളുടെ കാര്യമല്ല പറഞ്ഞത്, എന്നാൽ മെജോറിറ്റി സ്കൂളുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഡിഗ്രിയും പി ജിയും ഒക്കെ ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് നടന്നിട്ട് പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് വരുമ്പോൾ ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്, അതിൻ്റെതായ വ്യത്യാസമുണ്ട്. നമ്മളെ ഇങ്ങനെ പിടിച്ചു വെക്കും, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുന്ന പോലെ ഒരു അനുഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അത്രയും ഇഷ്ടത്തോടെ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. +2 സയൻസ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് മലയാളം എടുത്ത സമയത്ത് ഒരുപാട് പേര് പറയുമല്ലോ, നമുക്കറിയാലോ നമ്മുടെ ആൾക്കാര്, ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കാനുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ എന്റെ മനസ്സിൽ ടീച്ചർ ആവുക എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇപ്പൊ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോ എന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥതയൊക്കെ എവിടെയോ പോയിട്ടുണ്ട് സത്യത്തില്. പല അനുഭവങ്ങളും പല ആൾക്കാരും അതിന് കാരണമായിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ആരെയും ഡിമോട്ടിവേറ്റ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല, ആരെയും അമിതമായിട്ട് പ്രോത്സാഹിപ്പിക്കാനും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. വെറുതെ 2 വർഷം ഇരിക്കണല്ലോ എന്ന് വെച്ചിട്ടൊന്നും ഇതിന് പോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ എന്റെ കാര്യം മാത്രം പറയല്ല, ഈ ഒരു കോഴ്സ് ചെയ്യുന്ന മിക്കവാറും പേരും ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാ. അല്ലാതെ ഇതിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ കിടക്കുക. അപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇനിയും ബി എഡ് കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാൻ, ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.